ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ഒരു തൊപ്പി വിൽപ്പനക്കാരന്റെ കഥ കേട്ടാലോ? ഒരിടത്ത് ഒരു തൊപ്പി വിൽപ്പനക്കാരനുണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ തൊപ്പികൾ വിൽക്കാനായി കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോയി. ഗ്രാമത്തിൽ ചെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു നടന്നു. തൊപ്പി വേണോ? തൊപ്പി നല്ല ഭംഗിയുള്ള തൊപ്പി വേണോ? തൊപ്പി. കുറേ നടന്നെങ്കിലും അയാളുടെ കുറച്ച് തൊപ്പികൾ മാത്രമേ വിറ്റുപോയുള്ളൂ. അയാൾ തിരികെ വീട്ടിലേക്ക് നടന്നു. കുറെ ദൂരം നടന്ന കാരണം തൊപ്പി വിൽപ്പനക്കാരന് നല്ല ക്ഷീണം തോന്നി. നടന്നു നടന്നു ക്ഷീണിച്ചു. ഇനി കുറച്ചു നേരം വിശ്രമിച്ചിട്ടാകാം ഇനി യാത്ര. അയാൾ തൊപ്പി നിറഞ്ഞ കുട്ട താഴെ വച്ച് അവിടെയുള്ള ഒരു മരച്ചുവട്ടിലിരുന്നു. ക്ഷീണം കാരണം തൊപ്പി വിൽപ്പനക്കാരൻ അവിടെയിരുന്ന് ഉറങ്ങിപ്പോയി. ആ മരത്തിന്റെ മുകളിൽ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. കുട്ടയിലിരിക്കുന്ന തൊപ്പികൾ അവർ കണ്ടു. കുരങ്ങന്മാർ തൊപ്പികളെല്ലാം എടുത്ത് മരത്തിനു മുകളിൽ പോയി തൊപ്പി തലയിൽ വച്ച് കളിച്ചുകൊണ്ടിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ തൊപ്പി വിൽപ്പനക്കാരൻ ഉറക്കമുണർന്നു. അയാൾ തന്റെ കുട്ടയിലേക്ക് നോക്കിയപ്പോൾ തൊപ്പികളൊന്നും കാണുന്നില്ല. അയാൾ വിഷമിച്ചു. അയ്യോ, എന്റെ തൊപ്പികളൊന്നും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അയാൾ അവിടെയെല്ലാം അന്വേഷിച്ചു. പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ അയാൾ കണ്ടു. അതാ തൊപ്പികൾ കുരങ്ങന്മാരുടെ കയ്യിലിരിക്കുന്നു. തൊപ്പികൾ തിരികെ കിട്ടാനായി അയാൾ ഉറക്കെ വിളിച്ചുകൂവി. പക്ഷേ കുരങ്ങന്മാർ തൊപ്പികൾ കൊടുത്തില്ല. ദേഷ്യം വന്ന തൊപ്പി വിൽപ്പനക്കാരൻ അവരെ കിടന്നുള്ളുകൾ പെറുക്കിയെടുത്ത് കുരങ്ങന്മാരുടെ നേർക്ക് എറിഞ്ഞു. അപ്പോൾ കുരങ്ങന്മാർ മാവിൽ നിന്നും മാങ്ങകൾ പറിച്ച് തൊപ്പി വിൽപ്പനക്കാരന്റെ നേരെ എറിഞ്ഞു. താൻ ചെയ്യുന്നതെല്ലാം അതേപോലെ കുരങ്ങന്മാർ ചെയ്യുന്നത് കണ്ട തൊപ്പി വിൽപ്പനക്കാരൻ അയാൾ വെച്ചിരുന്ന തൊപ്പിയെടുത്ത് കുരങ്ങന്മാരുടെ നേരെ എറിഞ്ഞു. ഇത് കണ്ട കുരങ്ങന്മാർ അവരുടെ കൈയിലെ തൊപ്പികളെല്ലാം എടുത്ത് അയാളുടെ നേരെ എറിഞ്ഞു. തൊപ്പികളെല്ലാം താഴെ വീണു. താഴെ വീണ തൊപ്പികളെല്ലാം അയാൾ വേഗം വേഗം എടുത്തു കുട്ടയിലിട്ടു. എല്ലാ തൊപ്പികളും തിരിച്ചു കിട്ടി. തൊപ്പി വിൽപ്പനക്കാരൻ പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല. കുട്ടയുമെടുത്ത് അവിടെ നിന്നും വേഗം നടന്നു. അപ്പോ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, തൊപ്പി വിൽപ്പനക്കാരന്റെ കഥ? അപ്പോ നല്ല കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.